യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ വീഡിയോസ് എല്ലാം എടുത്തുകൊണ്ടിരുന്നത് ഈ കാണുന്ന വൈറ്റ് ബോർഡിനെ ടീപ്പയുടെ പുറത്ത് വെച്ചിട്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് പാടുള്ള പരിപാടിയാണ് സംഭവം. നമ്മൾ അതിൽ കുനിഞ്ഞും ഇരുന്ന് വെട്ട് വേണം ഈ വീഡിയോസ് എടുക്കാനായിട്ട്. അപ്പം അങ്ങനെ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഡെസ്കല്ലല്ലോ ടേബിൾ കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അതിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ കാര്യം സിമ്പിളാണ്. ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയപ്പോഴത്തേക്ക് ഈ DIYs ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചിങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഐറ്റംസും ഒക്കെ വയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ എടുത്തു വയ്ക്കുന്നത് ഫുള്ള് എൻ്റെ സയ്യുവിൻ്റെ ടോയ്സും അവന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് കുറച്ച് കളർഫുൾ ആണല്ലോ, കുട്ടികൾക്കെല്ലാം നമ്മൾ കളർഫുൾ ആയിട്ടുള്ള ടോയ്സ് ആണല്ലോ മേടിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു മേക്ക് ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ക്രാഫ്റ്റ് വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആൻഡ് എന്താ പറയുക ക്യൂട്ടായിട്ടുള്ളൊരു ഡെസ്ക് ഡെക്കോറാണ്. അപ്പം അതും കൂടെ ഒന്ന് കണ്ടു വെക്കുക. ഈ ഡെസ്കിൽ അറേഞ്ച് ചെയ്തേക്കുന്ന മിക്കവാറുള്ള സാധനങ്ങളൊക്കെ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാണ്. അപ്പോൾ ഈ കാണുന്ന എഡ്യൂക്കേഷണൽ ടോയ്സ്, ഈ ബിൽഡിംഗ് ബ്ലോക്സ്, അതുപോലെ തന്നെ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഈ ഒരു ഓർഗനൈസർ ഉണ്ടല്ലോ, 4 കളേഴ്സിലുള്ള, അതൊക്കെ ഫുള്ളും ഞാൻ ഈ മീഷോന്ന് വാങ്ങിയതാണ്. എനിക്കൊന്ന് 250 കഴിഞ്ഞിട്ടില്ല, 200 താഴെ റേറ്റ് വരുന്നുള്ളൂ, 200 അപ്പോൾ ഇതെല്ലാം ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. ഈ കാണുന്ന ഐറ്റം ഇത് 250 ഞാൻ വാങ്ങിയ ഒരു ഐറ്റമാണ്. സത്യം പറഞ്ഞാൽ അടിപൊളി സാധനം ഈ ഒരു സൈലോഫോൺ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ടേബിളിൽ ഇങ്ങനെ വച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡെസ്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ടെസ്റ്റ് സംഭവിച്ചു. ഞാൻ വാളിൽ ഒട്ടിച്ചിരുന്ന ആ ഒരു ഓർഗനൈസർ താഴെ വീണുപോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് അത് നടക്കൂലെന്ന്, വാളിൽ ഒട്ടൂലെന്ന്. അപ്പോൾ ഞാൻ അതിനെ താഴെ തന്നെ എടുത്ത് വെച്ചു. അപ്പോൾ ഈ കാണുന്നത് പെൻസിലൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു പെൻസിൽ ഹോൾഡറാണ്. അപ്പോൾ ഈ സോപ്പ് പൊട്ടിയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ പേപ്പർ ഒട്ടിച്ചു, അതിൽ സാറ്റൻ റിബൺ ഒട്ടിച്ചിട്ട് മുകളിൽ ഞാൻ ജൂട്ട് ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബുക്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഇത് ചെറുതാണെങ്കിൽ അതിനെക്കാട്ടും വലിയൊരു ബേസ് ബോർഡ് പൊട്ടിയെടുത്തിട്ട് അതിൽ ഇതേമാതിരി തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പോയൊക്കെ കിട്ടുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ ഈ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതിന് ലെങ്ത് കൂടിയതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനൊന്ന് വച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് ഈ പെൻസിൽ ഹോൾഡറിന് നല്ല വലുതായിരുന്നു. നല്ല വലുതെന്ന് വെച്ചാൽ വച്ചിട്ടൊരു ലുക്ക് തോന്നിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിനെ ബുക്കൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു പെട്ടിയിൽ വെച്ചു കൊടുക്കാം. അപ്പോൾ അതിന് ഇത് സ്യൂട്ടബിൾ ആയിട്ടുണ്ട്. ബോ ഞാൻ ഒട്ടിച്ചു കൊടുത്തത് ഫെവിക്കോൾ വെച്ചിട്ടായിരുന്നു. പക്ഷെ അത് ഫെവിക്കോളിൽ ഈ ഒരു സാറ്റൻ റിബൺ നന്നായിട്ട് ഒട്ടുന്നുണ്ടായിരുന്നു. ഇത് ക്ലോത്ത് അല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും എൻ്റെ കയ്യിൽ ഗ്ലൂ കണ്ട സ്റ്റിക്കും തീർന്നുപോയി. അപ്പോൾ ഞാൻ പിന്നെ എടുത്തത് നമ്മുടെ ഈ കമ്മലും അതുപോലെ തന്നെ ഈ സ്റ്റോൺസ് ഒക്കെ ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലൂ ഇല്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ഒട്ടിച്ചു കൊടുത്തത്. അതിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ അത്യാവശ്യം താഴെ വീഴാത്ത തരത്തിൽ അത് നന്നായിട്ട് ഒട്ടിക്കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡെസ്കിൽ ഈ 2 ഓർഗനൈസറും വെച്ചിട്ട് എൻ്റെ ആവശ്യമുള്ള ബുക്സ് എല്ലാമാണ് ഞാനിവിടെ അതിനകത്ത് വെച്ച് കൊടുക്കുന്നത്. ഒരു 3-4 ബുക്സ്. അപ്പോൾ അത് ഞാൻ മിക്കവാറും ദിവസം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ വച്ചു കൊടുത്തു. ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് അറേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് പിന്നെ ഉള്ളത് എൻ്റെ പെയിൻറ്റുകളാണ്. അപ്പോൾ ഈ പെയിൻറ്റുകളൊക്കെ ഞാൻ മേശയുടെ ഈ പോർഷനില്ലേ അവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചിട്ട് കുപ്പിയെല്ലാം ഇതേമാതിരിയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളത് എടുക്കാമല്ലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ബോട്ടിൽസ് എല്ലാം തന്നെ
ചീത്തയായി പോയിട്ടുണ്ട്. അതിനകത്തുള്ള പെയിൻ്റ് അല്ല, കുറേ നാൾ ഉപയോഗിക്കാതിരുന്ന് കട്ട പിടിച്ചും അങ്ങനെയൊക്കെ പോയതാണ്. ഇപ്പോൾ നിലവിൽ ഈ ഇത്രയും കളേഴ്സ് മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഉള്ളത് ഫുള്ള് നമ്മുടെ ഗ്രീനിൻ്റെ വെറൈറ്റി ഷെയ്ഡ്സ് ആണ് ഉള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള പൗച്ചിനകത്തുള്ളത് ഫുള്ള് ക്ലേ മോൾഡിങ്ങിൻ്റെ ടൂൾസാണ്. പിന്നെ ഈ ഫയലിനകത്തുള്ളത് ഫുള്ള് കളർ പേപ്പറും ഫോം ഷീറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പെയിൻ്റ് എല്ലാം ഇങ്ങനെ വച്ചപ്പോഴത്തേക്ക് ഈ ഫയൽ വയ്ക്കാനായിട്ട് സ്ഥലം ഇല്ലാണ്ട് പോയി. പിന്നെ ഞാൻ അത് മാറ്റിയിട്ട് നമ്മുടെ ഈ ഒഴിഞ്ഞിരിക്കുന്ന ഈ കള്ളിയില്ലേ അതിനകത്തോട്ട് ഞാൻ പെയിൻറ് ബോട്ടിൽസ് വെച്ചു കേട്ടോ. അതിനകത്തേക്ക് സയോണോ എഴുന്നേറ്റ് വന്നിട്ട് അതിൻ്റെ പുറത്ത് പരിപാടി തുടങ്ങി. ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ഹായൊക്കെ എനിക്ക് തന്നു. അപ്പം അങ്ങനെ അവനാണ് പിന്നീട് എന്നെ ഹെൽപ്പ് ചെയ്തത്. കുറച്ച് സമയം അങ്ങോട്ട് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ അവൻ ബോട്ടിൽസൊക്കെ എടുക്കാനൊക്കെ തുടങ്ങി. ഇപ്പം അവൻ്റെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ടേബിളാണ്.